ഓക്കെ സ്റ്റുഡൻസ്, നമ്മൾ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രാക്ടീസിങ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷനാണ് ലാസ്റ്റ് ചാപ്റ്റർ പഠിച്ചത്. ഇനി അടുത്ത ചാപ്റ്റർ മാസ്റ്ററിങ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. ആശയവിനിമയത്തിൽ നമ്മൾ കൂടുതൽ മാസ്റ്റർ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഇമ്പ്രൂവ് ചെയ്താലും എങ്ങനെയാണ് അതിൽ കൂടുതൽ പുരോഗമിക്കുക എന്നുള്ളതാണ് നമുക്ക് പഠിക്കാനുള്ളത്. നമ്മൾ ഇംഗ്ലീഷ് ഭാഷ പഠിക്കുന്നുണ്ട്, ഇംഗ്ലീഷ് സംസാരിക്കാൻ വേണ്ടി നമ്മൾ എഫർട്ട് എടുക്കുന്നുണ്ട്. നമുക്ക് കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതിനാണ് നമ്മളിനി ശ്രമിക്കുന്നത്. അപ്പോൾ അതിൽ കുറച്ച് ടിപ്സാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അത് കുറച്ച് ടിപ്സ് എന്ന് വെച്ചാൽ, ഒന്ന് സ്പീക്കപ്പ്, സ്ലോ ഡൗൺ, എനൺസിയേറ്റ്, ഡീപ്പ് ബ്രീത്തിങ്, വോക്കൽ എക്സസൈസ്, റീഡ് എലൗഡ്, റെക്കോർഡ്, സ്മൈൽ, ഇതൊക്കെയാണ്. ഇതിൽ ഓരോന്നോരോന്നായിട്ട് പറയാം. സ്പീക്കപ്പ് എന്ന് വെച്ചാൽ, ഇഫ് യു ടെൻ ടു വിസ്പർ, മംബിൾ ഓർ സ്പീക്ക് വിത്ത് യുവർ ഹെഡ് ഡൗൺ, ഇറ്റ് ഈസ് മച്ച് ഈസിയർ ഫോർ പീപ്പിൾ ടു ടോക്ക് ഓവർ യു ഓർ ഇഗ്നോർ യു. അപ്പോൾ നമ്മൾ വിസ്പർ, അതായത് പിറുപിറുക്കുക, മംബിൾ, കുശുകുശിക്കുക, ഓർ സ്പീക്ക് വിത്ത് യുവർ ഹെഡ് ഡൗൺ, നമ്മൾ തല കുനിച്ചുകൊണ്ട് സംസാരിക്കുക. ഇതൊക്കെ കേൾവിക്കാരിൽ റോങ് ഇംപ്രഷനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ യു ഹാവ് ടു സ്പീക്ക് അപ്പ്. രണ്ടാമത്തെ പോയിന്റ് സ്ലോ ഡൗൺ ആണ്. സ്ലോ ഡൗൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ വേഗതയിൽ നമ്മൾ സംസാരിക്കുമ്പോൾ സ്പീക്കിംഗ് ടു ക്വിക്ക്ലി ഈസ് എ ബാഡ് ഹാബിറ്റ്. അതുപോലെ വളരെ വേഗത്തിൽ സംസാരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് അത് ഫോളോ ചെയ്യാൻ പറ്റില്ല. ആൻഡ് ഇറ്റ് ക്യാൻ ബി ഡിഫിക്കൽട്ട് ഫോർ പീപ്പിൾ ടു കീപ്പ് അപ്പ് വിത്ത് യുവർ ഓൺ ഓർ ഈവൻ അണ്ടർസ്റ്റാൻഡ് വാട്ട് യു ആർ സേയിങ്. അപ്പോൾ നമ്മൾ വളരെ വേഗതയിൽ കാര്യങ്ങൾ പറയാതെ വേഗത കുറച്ച് സ്ലോ ഡൗൺ ചെയ്ത് വേണം പറയാൻ. മൂന്നാമത്തെ പോയിന്റ് എനൺസിയേറ്റ്. എനൺസിയേറ്റ്, മേക്ക് ഷുവർ ടു ഓപ്പൺ യുവർ മൗത്ത്. അതാണ് എനൺസിയേറ്റ്. നമ്മൾ സ്ഫുടമായിട്ട് പറയുന്നതാണ് എനൺസിയേറ്റ് എന്ന് പറയുന്നത്. മേക്ക് ഷുവർ ടു ഓപ്പൺ യുവർ മൗത്ത്, വായ തുറക്കണം. ലൂസൺ യുവർ ലിപ്സ്, ചുണ്ടുകൾ. ആൻഡ് കീപ് യുവർ ടങ് ആൻഡ് ടൂത്ത്, നമ്മുടെ നാവും പല്ലുകളും ഇൻ ദ കറക്റ്റ് പൊസിഷൻ ആസ് യു സ്പീക്ക്. അപ്പോൾ നമ്മൾ ഇളിച്ച് കാട്ടിയിട്ട് കൊഞ്ഞനം കുത്തുന്ന രീതിയിൽ സംസാരിക്കരുത്. അപ്പോൾ നമ്മുടെ ചുണ്ടുകളുടെ ചലനങ്ങൾ, നമ്മുടെ വായ, ലിപ്സിൻ്റെ മൂവ്മെൻറ്റ്, പല്ലുകളുടെ പൊസിഷനൊക്കെ വളരെ കെയർഫുള്ളായിട്ട് ഇതിനാണ് എനൺസിയേറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ് ഈസ് പ്രാക്ടീസ് ഡീപ്പ് ബ്രീത്തിങ്. ഡീപ്പ് ബ്രീത്തിങ് ടെക്നിക്സ്, ദീർഘ ശ്വാസം. ഡീപ്പ് ബ്രീത്തിങ് ഈസ് എസെൻഷ്യൽ ഫോർ എ ഫുൾ rich speaking voice. Your breath should come from your diaphragm and not from your chest. നമ്മുടെ അടിവയറ്റിൽ നിന്നാണ് നമ്മുടെ ബ്രീത്ത് വരേണ്ടത്, നമ്മുടെ നെഞ്ചിൽ നിന്നല്ല. അപ്പോൾ ഡീപ്പ് ബ്രീത്തിങ് എന്ന് പറയുന്നത് ഒരു നല്ലൊരു ടെക്നിക്കാണ്. വേരി യുവർ പിച്ച്. പിച്ച് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ ക്വാളിറ്റി ഓർ സ്ട്രെങ്ത് ഓഫ് ദ വോയിസ്, ദ ഡിഗ്രി ഓഫ് ഹൈനെസ് ഓർ ലോനെസ് ഓഫ് ടോൺ. അതിനാണ് പിച്ച് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ പിച്ചിൽ ചില മാറ്റങ്ങൾ വരുത്തണം. ചില വാക്കുകൾ സംബന്ധിച്ച് ചില സമയത്ത് നമ്മൾ കൂട്ടി ശബ്ദം ഉയർത്തി പറയണം, ചില ശബ്ദം കുറച്ച് പറയണം. ഇതിനാണ് പിച്ച് എന്ന് പറയുന്നത്. ദ പിച്ച് ഓഫ് യുവർ വോയിസ് ക്യാൻ ഹാവ് എ റിയൽ ഇമ്പാക്ട് ഓൺ ദ ക്വാളിറ്റി ഓഫ് യുവർ സ്പീച്ച് ആൻഡ് ദ ഇമ്പാക്ട് ഇറ്റ് മേക്സ് ഓൺ ലിസണേഴ്സ്. അത് മറ്റുള്ളവരുണ്ടാക്കുന്ന സ്വാധീനത്തിനും പിച്ച് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. ഡു സം വോക്കൽ എക്സർസൈസസ്. വോക്കൽ എക്സർസൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒന്ന് റിയലി സംസാരിച്ച് നോക്കുക എന്നുള്ളതാണ്. ഇതാണ് വോക്കൽ മീൻസ് റിലേറ്റഡ് ടു യുവർ ടോൺ. വോക്കൽ പ്രാക്ടീസിങ് വോക്കൽ എക്സർസൈസസ് ക്യാൻ ബി എ ഗുഡ് വേ ടു ഡെവലപ്പ് യുവർ നാച്ചുറൽ സ്പീക്കിംഗ് വോയിസ്. നമ്മുടെ നാച്ചുറലായിട്ട് സംസാരത്തിന് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ വോക്കൽ എക്സർസൈസ് ഉപകരിക്കുന്നത്. പ്രാക്ടീസ് റീഡിങ് എലൗഡ് ഇൻ ഓർഡർ ടു വർക്ക് ഓൺ പ്രൊനൗൺസിയേഷൻ. നമ്മുടെ അക്ഷരസ്ഫുടത, സംസാരത്തിലുള്ള ഉച്ചാരണ സ്ഫുടത, ഇതിന് പേസ് ആൻഡ് വോളിയം, നമ്മുടെ വേഗത അല്ലെങ്കിൽ ശബ്ദം, ഇതിനെല്ലാം ഇറ്റ് ഈസ് ഗുഡ് ഐഡിയ ടു പ്രാക്ടീസ് റീഡിങ് എലൗഡ്. ഉറക്കെ വായിച്ച് ശീലിക്കുമ്പോൾ നമുക്ക് അക്ഷരസ്ഫുടതയിലൂടെ സംസാരിക്കാൻ കഴിയും. നെക്സ്റ്റ് പോയിന്റ് ഈസ് റെക്കോർഡ് യുവർ സെൽഫ്. ഈവൻ ദോ മോസ്റ്റ് പീപ്പിൾ ഡോണ്ട് ലൈക്ക് ലിസണിങ് ടു ദ സൗണ്ട് ഓഫ് their own voices, it is a good idea to record yourself സ്പീക്കിംഗ്. നമുക്ക് നമ്മുടെ ശബ്ദം മറ്റുള്ളവർ കേൾക്കുന്നത് പോലെയല്ല നമ്മൾ കേൾക്കുക. നമ്മുടെ ശബ്ദം യഥാർത്ഥത്തിൽ എന്താണെന്നുള്ളത് നമ്മൾ റെക്കോർഡ് ചെയ്ത് കേട്ട് നോക്കുമ്പോഴേ അറിയുള്ളൂ. അപ്പോൾ നമ്മുടെ ക്ലിയർ ശബ്ദം, നമ്മുടെ യഥാർത്ഥ ശബ്ദം എന്താണെന്ന് നമ്മൾ അറിയണമെങ്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്യണം, എന്നിട്ട് കേട്ട് നോക്കണം. അതാണ് റെക്കോർഡ് യുവർ സെൽഫ്. സ്മൈൽ ആസ് യു സ്പീക്ക്. പീപ്പിൾ വിൽ ജഡ്ജ് യു ആൻഡ് ദ കണ്ടന്റ് ഓഫ് യുവർ സ്പീച്ച് മോർ ഫേവറബിളി ഇഫ് യു യൂസ് ആൻ ഓപ്പൺ, ഫ്രണ്ട്ലി, എൻകറേജിങ് ടോൺ. അപ്പം വളരെ ഓപ്പണായിട്ട് ഫ്രണ്ട്ലി ആൻഡ് എൻകറേജിങ് ടോണിൽ വേണം സംസാരിക്കുക. അപ്പം
ഈ സ്മൈലിംഗ് ഈസ് ദ യൂണിവേഴ്സൽ ലാംഗ്വേജ് ഓഫ് മാൻകൈൻഡ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലേ. സ്മൈലിംഗ് ചെയ്യുമ്പോൾ, സംസാരിക്കുമ്പോൾ നമ്മളൊരു ചിരിക്കുക എന്ന് പറയുമ്പോൾ അത് ആളുകൾക്ക് ഒരു ആക്സെപ്റ്റബിലിറ്റി കൂടുതലുണ്ടാകും. അപ്പം ഇത്രയും പോയിന്റ്സ് ആണ്. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. സ്പീക്കപ്പ്, തുറന്ന് സംസാരിക്കുക, ഉറച്ച് സംസാരിക്കുക. സ്പീക്ക് അപ്പ്, സ്ലോ ഡൗൺ, വേഗത കുറയ്ക്കുക. എനൺസിയേറ്റ്, ഉറച്ച് സംസാരിക്കുക, ഓപ്പൺ ചെയ്ത് സംസാരിക്കുക. പ്രാക്ടീസ് ഡീപ് ബ്രീത്തിങ്, ദീർഘശ്വാസം. വാരി യുവർ പിച്ചിലുള്ള വേരിയേഷൻസ്. ഡു സം വോക്കൽ എക്സർസൈസസ്. പ്രാക്ടീസ് റീഡിങ് എലൗഡ്, ഉറക്കെ സംസാരിക്കുക. റെക്കോർഡ് യുവർ സെൽഫ്, നമ്മുടെ ശബ്ദം റെക്കോർഡ് ചെയ്യുക. സ്മൈൽ ആസ് യു സ്പീക്ക്. ഇത്രയും പോയിന്റ്സ് ആണ് കമ്മ്യൂണിക്കേഷനിൽ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ, സ്വയമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇതിൽ ഹൗ ക്യാൻ യു ലേൺ ടു ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് യുവർ കമ്മ്യൂണിക്കേഷൻ നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളതാണ്. വൈ ഈസ് ഇറ്റ് ഇമ്പോർട്ടൻറ്റ് ടു വേരി ദ ടോൺ ടു കൺവേ ഇമോഷൻ. ടോൺ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഇറ്റ് ഈസ് ദ ക്വാളിറ്റി ഓർ സ്ട്രെങ്ത് ഓഫ് ദ സൗണ്ട്. അതിനാണ് ടോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻടൊണേഷൻ എന്നുള്ള വാക്ക് നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ടല്ലേ. റൈസിങ് ആൻഡ് സ്ലോയിങ് ദ പിച്ച് ഓഫ് യുവർ ടോൺ ഓഫ് യുവർ വോയിസ് ആണ് ഇൻടൊണേഷൻ എന്ന് പറയുന്നത് അല്ലേ. വാട്ട് ക്യാൻ യു ഡു ടു ഇൻക്രീസ് യുവർ കോൺഫിഡൻസ് ടു കമ്മ്യൂണിക്കേറ്റ്. ഇതാണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. വാട്ട് ക്യാൻ യു ഡു ടു ഗെറ്റ് എ ബെറ്റർ ഫീഡ്ബാക്ക് ഓൺ യുവർ എബിലിറ്റി ടു കമ്മ്യൂണിക്കേറ്റ്. അപ്പോൾ നമ്മൾ സുഹൃത്തുക്കളോട് സംസാരിച്ച് നോക്കുക, നമ്മുടെ ശബ്ദം റെക്കോർഡ് ചെയ്ത് നമ്മൾ പബ്ലിക് സ്പീച്ച് നടത്തി നോക്കുക. ഇതൊക്കെയാണ് അതിൻ്റെ ടെക്നിക്സ്. ഇനി നെക്സ്റ്റ് ചാപ്റ്റർ ഈസ് അസസിങ് യുവർ കമ്മ്യൂണിക്കേഷൻ എബിലിറ്റി. അപ്പോൾ നമ്മൾ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൻ്റെ എബിലിറ്റി എത്രമാത്രം ഉണ്ട്, നമ്മുടെ സ്ട്രെങ്ത് എന്താണ്, നമ്മുടെ വീക്ക്നെസ് എന്താണ്. നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനുള്ള നമ്മുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും അസസ് ചെയ്യാനുള്ള ഒരു ടിപ്സാണ്. ഒന്ന്, ഇതിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ള പോയിന്റ് എന്ന് വെച്ചാൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽസിൽ 4 എണ്ണമാണുള്ളത് അല്ലേ. റീഡിങ്, റൈറ്റിംഗ്, സ്പീക്കിംഗ് ആൻഡ് ലിസണിങ് അല്ലേ. അതിൽ ലിസണിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഫ്രണ്ട്ലിനെസ്, ഓപ്പൺ മൈൻഡഡ്നെസ്, ഇതെല്ലാം എസെൻഷ്യൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽസാണ്. കറക്റ്റ് ഫീഡ്ബാക്ക്, കോൺഫിഡൻസ്, ആത്മവിശ്വാസം, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ, അതായത് കമ്മ്യൂണിക്കേഷൻ വിത്തൗട്ട് ദ യൂസ് ഓഫ് വേർഡ്സ് അല്ലേ. ഗെസ്റ്റർ, ബോഡി ലാംഗ്വേജ്, ഇതെല്ലാം നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിൽ വരുന്നതാണ്. ഇനിയിപ്പോൾ കുറച്ച് പോയിന്റ്സ് ഉണ്ട്, നമുക്കത് നോക്കാം. റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് റേറ്റ് യുവർ സെൽഫ് ഫ്രം 1 to 5. ഈസ് ദിസ് യു. നമ്മൾ സ്വയം സെൽഫ് അസസ്മെൻറ്റ് ടെസ്റ്റാണ്. ഇതിൽ കുറച്ചൊരു 10-20ഓളം ചോദ്യങ്ങളുണ്ട്. ഈ 20 ചോദ്യങ്ങൾ നമ്മൾ സ്വയം അസസ് ചെയ്ത് നോക്കാം, നമുക്ക് സ്വയം ചെയ്ത് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഐ ആം ഓപ്പൺ മൈൻഡഡ് ആൻഡ് ഐ ആം വില്ലിംഗ് ടു ചേഞ്ച് മൈ വ്യൂ പോയിന്റ് ബേസ്ഡ് ഓൺ ദ വാലിഡ് ഒപ്പീനിയൻ ഓഫ് അതേഴ്സ്. അപ്പോൾ ഞാൻ വളരെ ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ള ഒരാളാണ്, നമ്മൾ തുറന്ന മനസ്സിലാക്കാനാണ് നമ്മൾ സ്വയം പറയുക. അത് ശരിയാണോ തെറ്റാണോ, അപ്പോൾ മറ്റുള്ളവർ പറയുന്നത് കേൾക്കാൻ നമ്മൾ തയ്യാറാകുന്നവരാണോ നമ്മൾ അല്ലേ. അപ്പോൾ ആണെങ്കിൽ നമുക്ക് യെസ് എന്ന് മാർക്ക് കൊടുക്കാം, അതിന് 5 മാർക്കാണുള്ളത്. നമ്മളല്ല, മറ്റുള്ളവർ പറയുന്നത് കേൾക്കൂല എന്നുള്ള സ്വഭാവക്കാരാണെങ്കിൽ നമ്മൾ നോ എന്ന് പറയാം, അതിന് 1 മാർക്കാണ്. ഇനി അതിന് മീഡിയത്തിൽ കുറച്ചൊക്കെ ആണെങ്കിൽ സംവാദം 4 മാർക്ക്. നമ്മൾ ന്യൂട്രലാണ്, ഇത് 2 ബാധകമല്ലാത്ത രീതിയാണെങ്കിൽ ന്യൂട്രലാണ്. മോസ്റ്റ്ലി നോ, കൂടുതലും നോ ആണെങ്കിൽ നമുക്ക് 2 മാർക്ക്. ഇത് നമുക്ക് ഇതുപോലെയാണ് നമ്മൾ മാർക്ക് കൊടുത്തിട്ട് പോകുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 2, ഐ പ്രിപ്പയർ ഫോർ ഓൾ കമ്മ്യൂണിക്കേഷൻ ആൻഡ് തിങ്സ് ത്രൂ ബിഫോർ ഐ സ്പീക്ക്. സംസാരിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ കാര്യങ്ങൾ ഇന്ന രീതിയിൽ കാര്യങ്ങൾ പറയണം എന്ന് തീരുമാനിക്കുന്ന ഒരാളാണ്, ആണോ അല്ലേ. സ്വയം വിലയിരുത്തുക. മൂന്നാമത്തത്, ഐ ഓൾവേസ് ചൂസ് മൈ വേർഡ്സ് ടു സൂട്ട് ദ പേഴ്സൺ ഐ ആം ടോക്കിംഗ് ടു. ഞാൻ ആരാണോ സംസാരിക്കുന്നത് ആ ആളുടെ അനുസരിച്ചിട്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ മാറ്റം വരുത്താറുണ്ട്, ഞാൻ മുൻകൂട്ടി തിരഞ്ഞെടുക്കാറുണ്ട്. അപ്പോൾ ഫ്രണ്ട്സിനോട് സംസാരിക്കുമ്പോൾ ഇങ്ങനെ, അപ്പോൾ നമ്മൾ വീട്ടിൽ ഫ്രണ്ട്സിനോട് സംസാരിക്കുന്ന പോലെയാണ് നമ്മൾ ഫ്രണ്ട്സിനോട് സംസാരിക്കുന്ന പോലെയാണ് അധ്യാപകന്മാർ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഫ്രണ്ട്സിനോട് സംസാരിക്കുന്ന പോലെയാണ് നമ്മൾ അച്ഛനോട് അമ്മയോട് സംസാരിക്കുന്നത്. അതാണ്. ഐ ഫൈൻഡ് ഇറ്റ് ഈസി ടു ലിസൺ ടു വാട്ട് അതർ പീപ്പിൾ ഹാവ് ടു സേ വിത്തൗട്ട് ഇൻറ്ററപ്റ്റിംഗ്. അപ്പോൾ മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ ഞാൻ ഇടയിൽ കയറി പറയാതെ, ഇൻറ്ററപ്റ്റ് ചെയ്യാതെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അതിനും ഇതേപോലെ യെസ് അല്ലെങ്കിൽ നോ, ഇത്രയും ഇതിനിടയ്ക്കുള്ള 5 പോയിന്റ്സ് കൊടുക്കാം. നമ്പർ 5, ഐ ആം ഗുഡ് അറ്റ് മേക്കിംഗ് ഐ കോൺടാക്ട് വിത്ത് പീപ്പിൾ വെൻ ഐ ആം ടോക്കിംഗ് ടു അതേഴ്സ്. ഞാൻ സംസാരിക്കുമ്പോൾ ഐ കോൺടാക്ട്, കണ്ണിൽ നോക്കി സംസാരിക്കുന്ന ഒരു പ്രകൃതമുള്ള ആളാണ്, മുഖത്ത് നോക്കി സംസാരിക്കുന്ന ആളാണ്. ഐ കോൺടാക്ട്. ഐ ആം നോട്ട് ഇൻറ്റിമിഡേറ്റഡ് ബൈ സിറ്റുവേഷൻസ് വെയർ ഐ നീഡ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഡിഫിക്കൽട്ട് പീപ്പിൾ. ഇവിടെ ഇൻറ്റിമിഡേറ്റഡ് എന്ന വാക്കിൻ്റെ അർത്ഥം ഭയപ്പെടുത്തുക, ടു മേക്ക് ഫ്രൈറ്റൺ, ടു ഫോഴ്സ് എന്നൊക്കെ പറയും. നിർബന്ധിക്കുക, അല്ലെങ്കിൽ ബലമായിട്ട് പറയുക, അല്ലെങ്കിൽ ഭയപ്പെടുത്തുക എന്നൊക്കെയാണ്. അപ്പോൾ മറ്റുള്ള അപരിചിതരുമായിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ
ഭയപ്പെടുന്ന പ്രകൃതക്കാരനല്ല. അതാണെങ്കിൽ യെസ്, ആണ് എന്നുണ്ടെങ്കിൽ നോ. ഐ ആം കോൺഫിഡൻറ്റ്, ഞാൻ ആത്മവിശ്വാസമുള്ള ആളാണ്. വെൻ ഐ ടോക്ക് ടു പീപ്പിൾ ആൻഡ് സ്പീക്ക് ക്ലിയർലി വിത്തൗട്ട് മംബിളിങ്. മംബിൾ എന്ന വാക്കിൻ്റെ അർത്ഥം കുശുകുശുക്കുക എന്നാണ് കേട്ടോ. കുശുകുശുക്ക് സംസാരിക്കുന്ന ഒരാളല്ല ഞാൻ. ഞാൻ വളരെ കോൺഫിഡൻ്റ് ആണ്, ഉറച്ച ഭാഷയിൽ സംസാരിക്കുന്ന ആളാണ്. നമ്പർ 8, ഐ ആം ഗുഡ് അറ്റ് ഗെറ്റിംഗ് മൈ പോയിന്റ് അക്രോസ് ഇൻ എ ക്ലിയർ കൺസൈസ് മാനർ. എൻ്റെ പോയിന്റ്സ് വളരെ ക്ലിയറായി ചുരുങ്ങിയ വാക്കിൽ പറഞ്ഞ് അവസാനിപ്പിക്കാൻ കഴിവുള്ള ഒരാളാണ് ഞാൻ. നമ്പർ 9, ഐ ഫൈൻഡ് ഇറ്റ് ഈസി ടു കോൺസെൻട്രേറ്റ് ഓൺ വാട്ട് അതേഴ്സ് ആർ സെയിങ് ആൻഡ് ഡോണ്ട് ലൂസ് മൈ ഫോക്കസ്. ഞാൻ പറയുന്ന കാര്യത്തിൽ എനിക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്നുണ്ട്, കോൺസെൻട്രേഷൻ ഉള്ള ഒരാളാണ്. നമ്പർ 10, ഐ ഡോണ്ട് സ്റ്റാർട്ട് പ്ലാനിങ് മൈ റെസ്പോൺസ് വൈൽസ് ദ അതർ പേഴ്സൺ ഈസ് ടോക്കിംഗ്. മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ ഞാൻ കാര്യങ്ങൾ പറയുന്ന ഒരാളല്ല ഞാൻ. നമ്പർ 11, ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് മൈ ഒപ്പീനിയൻ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ ഇൻ ദ റൂം. ഞാൻ പറയുന്നത് മാത്രമാണ് ശരി, എൻ്റെ വിശ്വാസം മാത്രമാണ് ശരി എന്ന് ചിന്തിക്കുന്ന ഒരാളല്ല ഞാൻ. നമ്പർ 11, ഐ ഓൺലി സ്പീക്ക് ഇഫ് ഐ ഹാവ് സംതിങ് വാല്യുബിൾ ടു കോൺട്രിബ്യൂട്ട് ടു ദ കോൺവെർസേഷൻ ആൻഡ് ഐ അവോയ്ഡ് ടോക്കിംഗ് ജസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് ഇറ്റ്. എനിക്ക് വാല്യുബിൾ ആയിട്ടുള്ള വിലപ്പെട്ട എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ, സംഭാവന ചെയ്യാൻ, പറയാനുണ്ടെങ്കിൽ മാത്രമേ ഞാൻ സംസാരിക്കുകയുള്ളൂ, അല്ലെങ്കിൽ വെറുതെ കയറി സംസാരിക്കുന്ന ഒരാളല്ല ഞാൻ. നമ്പർ 13, ഐ മേക്ക് എ കോൺഷ്യസ് എഫേർട്ട് ടു മാച്ച് മൈ ബോഡി ലാംഗ്വേജ് ടു ദ മെസ്സേജ് ഐ വാണ്ട് ടു കൺവേ. ഞാൻ വളരെ കോൺഷ്യസ് മീൻസ് ബോധപൂർവ്വമുള്ള എഫർട്ട് എടുക്കുന്ന ഒരാളാണ്. എൻ്റെ ബോഡി ലാംഗ്വേജ് ഞാൻ വളരെയധികം ശ്രദ്ധിക്കുന്ന ഒരാളാണ്, ബോഡി ലാംഗ്വേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത മെസ്സേജിൻ്റെ കാര്യത്തിൽ. നമ്പർ 14, ഐ ആം ഗുഡ് അറ്റ് റീഡിംഗ് ദ ബോഡി ലാംഗ്വേജ് ഓഫ് അതേഴ്സ്. മറ്റുള്ളവരുടെ ശരീരഭാഷ മനസ്സിലാക്കാൻ കഴിവുള്ള ഒരാളാണ് ഞാൻ. നമ്പർ 15, ഐ ക്യാൻ കീപ് മൈ കൂൾ വെൻ ടോക്കിംഗ് ടു അതർ പീപ്പിൾ ഈവൻ ഐ ഫീൽ ആംഗ്രി അബൌട്ട് വാട്ട് ദേ സേ. മറ്റുള്ളവർ പറയുന്ന ചില കാര്യങ്ങൾ എന്നെ കോപിതനാക്കുമെങ്കിലും ഞാൻ വളരെ നിയന്ത്രണം ഉള്ള ഒരാളാണ്, സ്വയം നിയന്ത്രിക്കുന്ന പ്രകൃതി കഴിവുള്ള ഒരാളാണ്. നമ്പർ 16, വെൻ അതർ പീപ്പിൾ ഇൻ ദ ഗ്രൂപ്പ് ആർ ക്വൈറ്റ് ഐ എൻകറേജ് ദം ടു കോൺട്രിബ്യൂട്ട്. മറ്റുള്ളവരും മിണ്ടാതിരിക്കുമ്പോൾ ഞാൻ അവരെ സംസാരിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കാറുണ്ട്, പ്രോത്സാഹിപ്പിക്കാറുണ്ട്. നമ്പർ 17, ഐ ഡോണ്ട് ഷൗട്ട് ആൻഡ് പോയിന്റ് അറ്റ് പീപ്പിൾ വെൻ വി ഹാവ് എ ഹീറ്റഡ് കോൺവെർസേഷൻ. ഒരു തർക്കമോ ഒരു വളരെ ഹീറ്റഡ് ആയിട്ടുള്ള ഒരു ആർഗ്യുമെൻറ്റോ ഉണ്ടാകുമ്പോൾ മറ്റുള്ളവരുടെ ഷൗട്ട് ചെയ്യുന്ന ആളോ അല്ലെങ്കിൽ വിരൽ ചൂണ്ടി സംസാരിക്കുന്ന ഒരു പ്രകൃതക്കാരനോ അല്ല ഞാൻ. വെൻ ഗ്രൂപ്പ് ഡിസ്കഷൻസ് ഗെറ്റ് ഹീറ്റഡ്. നമ്പർ 18, വെൻ ഗ്രൂപ്പ് ഡിസ്കഷൻസ് ഗെറ്റ് ഹീറ്റഡ് ഐ ആം ഗുഡ് അറ്റ് കീപ്പിംഗ് എവ്രി വൺ calm and on the point. അപ്പോൾ ഒരു ശക്തമായ ഒരു വാദപ്രതിവാദം ഉണ്ടാകുമ്പോൾ, ഒരു ഡിസ്കഷൻ വാദപ്രതിവാദം ഉണ്ടാകുമ്പോൾ ഞാൻ വളരെ നിയന്ത്രണമുള്ള ആളും മറ്റുള്ളവരുടെ കാര്യത്തിൽ നിയന്ത്രിച്ച് ശാന്തരാക്കുവാൻ ശ്രമിക്കുന്ന ഒരാളുമാണ്. നമ്പർ 19, ഐ ഫീൽ കംഫർട്ടബിൾ അറ്റൻഡിങ് മീറ്റിംഗ്സ്. മീറ്റിങ്ങുകളിൽ കൂടുമ്പോൾ ഞാൻ വളരെ കംഫർട്ടബിൾ ആണ്. നമ്പർ 20, ഐ ആം ഗുഡ് അറ്റ് സമറൈസിങ് ദ കീ പോയിന്റ്സ് ഓഫ് കോൺവെർസേഷൻസ് വിച്ച് ഐ ഹാവ് വിത്ത് പീപ്പിൾ. ഞാൻ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ആളുകളെ ഇടപഴകുമ്പോൾ കാര്യങ്ങൾ സമ്മറൈസ് ചെയ്ത് സംഗ്രഹിച്ച് എടുക്കുവാൻ കഴിവുള്ള ഒരാളാണ്. അപ്പോൾ ഇത്രയും 20 പോയിന്റുകളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. 20ന് 5 പോയിന്റ് സ്കോറാണ്. യെസ് ആണെങ്കിൽ 5 അതിന് മാർക്ക്, നോ ആണെങ്കിൽ 1, അതിനിടയ്ക്ക് 4, 3, 2. അപ്പോൾ നിങ്ങൾ ഇത്രയും 20 ക്വസ്റ്റ്യൻസിന് നിങ്ങൾ ഇട്ടിരിക്കുന്ന മാർക്കുകൾ 1 by 1 ആയിട്ട് ഇങ്ങനെ ഇടുക. എന്നിട്ട് അവസാനം കോളം സ്കോർ, നമ്പർ ഓഫ് ടിക്സ് ഇൻ ഈച്ച് കോളം, ഓരോ കോളത്തിൽ നിങ്ങൾ ടിക്ക് ചെയ്ത് ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഓവറോൾ ടോട്ടൽ 5 കോളം സ്കോർസ്, എല്ലാ സ്കോറും മാർക്കും കൂടി കൂട്ടുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് റിസൾട്ട് 76നും 100നും ഇടക്കാണെങ്കിൽ യു സീം ടു ഹാവ് എ ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ. അപ്പോൾ നിങ്ങൾക്ക് 75ൽ കൂടുതൽ സ്കോർ ഉണ്ടെങ്കിൽ നിങ്ങൾ നല്ല ആശയവിനിമയത്തിന് കഴിവുള്ള, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിവുള്ള ഒരാളാണ്. നിങ്ങൾക്ക് 50ൻ്റെയും 75ൻ്റെയും അടക്കം മാർക്കാണ് കിട്ടിയിട്ടില്ലെങ്കിൽ ദർ ഈസ് എ ഗുഡ് കമ്മ്യൂണിക്കേഷൻ ഫൗണ്ടേഷൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ. നിങ്ങളുടെ ഒരു അടിസ്ഥാനമുണ്ട്, അടിത്തറയുണ്ട്, നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാവുന്നതുണ്ട്. പക്ഷേ അതിനേക്കാൾ 25ൽ താഴെയാണ് നിങ്ങൾക്ക്, 50ൽ താഴെ, 25നും 50നും ഇടയ്ക്കാണ് മാർക്കെങ്കിൽ യു ഹാവ് എ ലോട്ട് ഓഫ് വർക്ക് ടു ഡു ടു ഡെവലപ്പ് യുവർ കമ്മ്യൂണിക്കേഷൻ സ്കിൽ. അപ്പോൾ നിങ്ങൾ അതിന് കുറച്ചും കൂടി എഫർട്ട് എടുത്ത് ഇമ്പ്രൂവ്മെൻറ്റ് ആവേണ്ടതുണ്ട്. ഈ ചാപ്റ്റർ ഇതോടുകൂടി അവസാനിക്കുകയാണ്. പിന്നെ ഇതിൽ നിങ്ങൾക്ക് വാട്ട് ആർ യുവർ സ്ട്രെങ്ത്സ് ആസ് എ കമ്മ്യൂണിക്കേറ്റർ, അപ്പോൾ നിങ്ങൾക്ക് സ്വയം വിലയിരുത്തി പറയാം നിങ്ങൾ എന്തെല്ലാം കാര്യത്തിൽ നിങ്ങൾക്ക് ശക്തി, കഴിവുള്ള ആളാണ്. വാട്ട് ആർ ദ ഏരിയാസ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് ഫോർ യു ആസ് എ കമ്മ്യൂണിക്കേറ്റർ, ആശയവിനിമയം നടത്തുന്ന കാര്യത്തിൽ നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാനുള്ളത് എവിടെയൊക്കെയാണ്. വൈൽ വർക്കിംഗ് ഇൻ ടീംസ്, ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ, ഒരു ഗ്രൂപ്പായിട്ട് വർക്ക് ചെയ്യുമ്പോൾ വാട്ട് ആർ ദ ടിപ്സ് ഓഫ് ഗുഡ് കമ്മ്യൂണിക്കേഷൻ ദാറ്റ് യു ഹാവ് ലേൺഡ് ബൈ ഒബ്സർവിങ് അതേഴ്സ് ഇൻ ദ ടീം. അപ്പോൾ ടീമിൽ നിന്ന് വർക്ക് ചെയ്യുമ്പോൾ മറ്റുള്ളവരെ നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഹൗ ക്യാൻ യു കണ്ടിന്യൂ ടു പ്രാക്ടീസ് കമ്മ്യൂണിക്കേഷൻ വൈൽ സ്റ്റഡിങ് ഇൻ ദിസ് ഇൻസ്റ്റിറ്റ്യൂട്ട്. നമുക്ക് ഈ സ്ഥാപനത്തിൽ പഠിക്കുമ്പോൾ
നമുക്ക് എങ്ങനെയൊക്കെ കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യാം. ഇനി ഇതിൽ കുറച്ച് റീകോൾ ഉണ്ട്, അത് ഞാനൊരു സ്ക്രീൻഷോട്ടായിട്ട് ഇട്ട് തരാം. അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസേഴ്സ് നമുക്ക് അടുത്ത ആഴ്ചയിൽ വർക്കൗട്ട് ചെയ്യാം. താങ്ക് യു.